ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ എരമല്ലൂർ പോവാണ് കേട്ടോ. എരമല്ലൂർ അമ്മയുടെ ചേച്ചിയുടെ വീടുണ്ട്. അപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്തോ ബന്ധവും മറ്റോ ആണെന്ന് പറഞ്ഞു. പക്ഷേ സ്കൂളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പണി കിട്ടി. ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. വൈപ്പറിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതോ വൈപ്പർ ബ്ലേഡ് തേഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. നല്ല വിഷൻ ക്ലിയർ അല്ലായിരുന്നു. എങ്കിൽ തന്നെയും ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ഏകദേശം ഒരു ആലപ്പുഴ എത്താറായപ്പോഴേക്കും നമ്മുടെ മഴയൊക്കെ മാറി വെയിലൊക്കെ വന്ന് നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് ആലപ്പുഴ ബൈപ്പാസ്. ഈ ആലപ്പുഴ ബൈപ്പാസ് വരാൻ ഞങ്ങൾ വർഷങ്ങളോളം ആലപ്പുഴക്കാർ കാത്തിരുന്നു. എന്നാൽ ഇപ്പോൾ റോഡ് വികസനം വന്നപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ബൈപ്പാസിൻ്റെ പണി വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഏകദേശം കലവൂർ അടുത്തെത്താറായപ്പോഴാണ് ഇങ്ങനെ ഒരു റോഡ് കാണുന്നത്. വിശാലമായിട്ടുള്ള റോഡാണ്. ഡിവൈഡർ നമ്മുടെ പണിയുന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എറണാകുളത്തും 2-3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്ത് എത്താനായിട്ട് സാധിക്കും എന്നൊരു ഉറപ്പുണ്ട്. അപ്പോൾ വണ്ടി നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓടിച്ച് പോകുന്ന സമയത്താണ് ഈ സൈഡിൽ ബസ് സ്റ്റാൻഡിലൊക്കെ ബസ് കിടക്കുന്ന പോലെ തന്നെ ലോറി സ്റ്റാൻഡൊന്നുമല്ല, റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ലോറികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ തുറവൂരെത്തി. ഏകദേശം 1.5 മണിക്കൂറിന് കൊണ്ടാണ് ഞങ്ങൾ തുറവൂരെത്തിയത്. ഇവിടെ നിന്നാണ് അരൂർ വരെ മുകളിലൂടെ നമ്മുടെ എലവേറ്റഡ് ഹൈവേ ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഒരു പാത അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കുള്ളൊരു യാത്ര അതികഠിനം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി വന്നപ്പോൾ പോലും 7 മിനിറ്റോളം അവിടെ കിടന്നു. അപ്പോൾ മുഖ്യമന്ത്രി 7 മിനിറ്റോളം കിടന്നു എങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ എനിക്ക് അവിടെ എത്തിയപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് ഈ സൈഡിൽ റോഡ് സൈഡിൽ ധാരാളം കടകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ റോഡ് പണി നടക്കുന്നത് കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആ കടകളെല്ലാം പൂട്ടിപ്പോയി. അവരിപ്പോൾ എവിടെയൊക്കെയാണോ എന്താണോ ഒന്നും അറിയില്ല. പല സ്ഥലങ്ങളിലും പണിയൊക്കെ കഴിഞ്ഞ് എലിവേറ്റഡ് ഹൈവേയുടെ ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അവിടെ പെയിൻറ്റ് വരെ അവിടെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ തൂണ് പോലും അവർ വാർത്തിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. കണ്ടോ, ഇവിടെയൊക്കെ നല്ല രീതിയിൽ അവർ പെയിൻറ്റ് വരെ അടിച്ചു. ചിലപ്പോൾ നമുക്ക് മുകളിൽ സൈഡിലൂടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ, അതായത് പണിക്കുള്ള വാഹനങ്ങൾ, ടിപ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുകളിൽ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ കുറച്ചുകൂടെ വീതി കൂടി. എനിക്ക് തോന്നുന്നു മുകളിൽ എലിവേറ്റഡ് ഹൈവേയുടെ മുകളിലായിട്ട് ടോൾ ഗേറ്റോ മറ്റോ വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. വളരെ ചെറിയൊരു വഴിയാണ്. ഓപ്പോസിറ്റ് ഒരു വാഹനം വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും. അപ്പം വാഹനം വരരുതേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ വാഹനം മുന്നോട്ട് ഓടിച്ചത്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വിഫലമായി. മുന്നിൽ നമ്മളെ കാത്ത് ഒരു ആപ്പ അവിടെ കിടപ്പുണ്ടായിരുന്നു. അവിടെ ഒരു കല്യാണത്തിന് പന്തലിടാൻ വന്ന വണ്ടിയാണ്. അവർ കയറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ വല്യമ്മയുടെ വീട്ടിലെത്തി. ഇതാണ് അമ്മയുടെ ചേച്ചി. അപ്പോൾ അവിടെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.